പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട വനിതാ സംവരണ ബിൽ ഭേദഗതി അട്ടിമറിച്ച ഇന്ത്യ മുന്നണിക്കെതിരെ രാജ്യവ്യാപകമായി BJP മഹിളാ മോർച്ച സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി മൂവാറ്റുപുഴ നിയോജകമണ്ഡലം മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ നടത്തിയ മഹിളാ മുന്നേറ്റ യാത്ര യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി ഉദ്ഘാടനം ചെയ്തു. വനിതകൾക്ക് ഈ ഭാരതത്തിൽ തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ സംവരണം നൽകുമെന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വാക്ക് പൂർത്തീകരിക്കുവാൻ വേണ്ടി കഴിഞ്ഞ കാലം അത്രയും ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ പരിശ്രമിക്കും. അതിൻ്റെ വിജയത്തിലേക്ക് എത്തുന്നതുവരെ ഞങ്ങൾ പരിശ്രമിക്കും. നമുക്കറിയാം, എല്ലാ കാലത്തും സ്ത്രീകൾക്കൊപ്പമാണ്, സ്ത്രീകളുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ്, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്, സ്ത്രീകളുടെ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്നെല്ലാം ഓരോ പ്രസംഗിക്കുന്ന ഇടത് വലത് മുന്നണികൾ പാർലമെന്റിൽ അല്ലെങ്കിൽ നമ്മുടെ ലോക്സഭയിലേക്ക് നിയമസഭയിലേക്കൊക്കെ വനിതകൾക്ക് 33% സംവരണം കൊണ്ടുവരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ എത്തരത്തിലാണ് അതിന് തടഞ്ഞലിടാൻ ശ്രമിച്ചതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ കണ്ടതാണ്. നമ്മുടെ ഭാരതത്തിലെ നാരീശക്തിയെ പാർലമെന്ററി രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി നരേന്ദ്രമോദി ഗവൺമെന്റ് ഒരു വലിയ പ്രോസസ്സാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വളരെ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരു വനിതയെ, യാതൊരു തരത്തിലുമുള്ള പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത, ഒരു പവർഫുൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ദ്രൗപദി മുർമുവിനെ പോലുള്ള വളരെ കഴിവുള്ള ഒരു വനിതയെ ഞങ്ങൾ ഭാരതത്തിന്റെ പ്രസിഡന്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ 10-12 വർഷക്കാലത്തോളം ഭാരതത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി, ഭാരതത്തിലെ സ്ത്രീ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് NDA ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള പദ്ധതികൾ ഞങ്ങൾക്ക് എണ്ണി പറയാൻ സാധിക്കും. ഇവിടുത്തെ കോൺഗ്രസ്സുകാരോടും കമ്മ്യൂണിസ്റ്റുകാരോടും ഞങ്ങൾ ചോദിക്കുകയാണ്, ഇത്രയും കാലം നിങ്ങൾ ഭാരതത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് നിലകൊണ്ടത് എന്ന് പലയിടങ്ങളിലും ഓരോ പ്രസംഗിച്ചതല്ലാതെ എന്ത് പദ്ധതിയാണ് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും പതിറ്റാണ്ടുകൾ ഭാരതം അടക്കി ഭരിച്ചിട്ട്, കേരളം അടക്കി ഭരിച്ചിട്ട് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്? സുകന്യ സമൃദ്ധി യോജന പോലെ, മാതൃവന്ദന യോജന പോലെ, ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ എന്നുള്ള പദ്ധതി പോലെ, അങ്ങനെ അനേകങ്ങളായിട്ടുള്ള പദ്ധതി കഴിഞ്ഞ കാലം അത്രയും ഞങ്ങൾ ഭാരതത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം, ശ്രീമാൻ നരേന്ദ്രമോദിജി ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപും സൂര്യൻ അസ്തമിച്ചതിന് ശേഷവും സ്ത്രീകൾ പ്രഭാത കർമ്മം നിർവഹിക്കേണ്ടി വരുന്ന വളരെ പത്തറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഭാരതത്തിലെ സ്ത്രീജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാരതത്തിലുടനീളം പബ്ലിക് ടോയ്ലറ്റുകൾ നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകതയെ മനസ്സിലാക്കി സ്വച്ഛ് ഭാരത് അഭിയാൻ മുന്നോട്ട് വെച്ചു. ആ സ്വച്ഛ് ഭാരത് അഭിയാൻ മുന്നോട്ട് വെച്ച സമയത്ത് ഭാരതത്തിലെമ്പാടും പബ്ലിക് ടോയ്ലറ്റുകൾ പണിയണമെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പുച്ഛിച്ച, കളിയാക്കിയ ആളുകളാണ് ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത്. പക്ഷെ അതിനെ വളരെ വിജയകരമായ രീതിയിൽ ഞങ്ങൾ പൂർത്തീകരിച്ചു. നമ്മുടെ ഭാരതത്തിലെ സ്ത്രീജനങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് അടുപ്പിലൂതിയാണ് എന്ന് മനസ്സിലാക്കി അവരുടെ ശ്വാസകോശമടക്കമുള്ള ഓർഗൻസിന് അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. മഹിളാ മോർച്ച മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് മിനി പാർത്ഥസാരഥി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് AS വിജുമോൻ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരതത്തിലെ ഓരോ സ്ത്രീകളെയും അവരുടെ കഴിവിനനുസരിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നടപ്പാക്കിയ ഈ പദ്ധതി ഇന്ന് രാജ്യത്തെ പ്രതിപക്ഷം പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പരാജയപ്പെടുത്തിയിരിക്കുന്ന കാര്യത്തിൽ നമുക്കറിയാം, ഇത് 2023 ഭാരതത്തിലെ സ്ത്രീകൾക്ക് 33% സംവരണം അത് നടപ്പാക്കിക്കൊണ്ട് രാജ്യത്തെ ഗവൺമെന്റ് നടപ്പാക്കിയ ബില്ല് കഴിഞ്ഞ ദിവസം ഭാരതത്തിന്റെ രാഷ്ട്രപതി ഒപ്പിട്ടോടുകൂടി ഈ 33% ആ ബില്ല് കേരളത്തിൽ ഭാരതത്തിൽ നടപ്പാക്കിയിരിക്കുകയാണ്. ഇനി അത് ഓരോ സംസ്ഥാനങ്ങളിലും നടക്കാൻ പോകുന്ന സെൻസസ് പ്രകാരം അതനുസരിച്ചിട്ടുള്ള ആ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കേണ്ട സെൻസസ് പ്രകാരമുള്ള എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, നമ്മുടെ നിയോജക മണ്ഡലങ്ങളെയും അല്ലെങ്കിൽ മണ്ഡലങ്ങളെയും പാർലമെന്റ് മണ്ഡലങ്ങളെയും ഒക്കെ അത് വേർതിരിച്ചുകൊണ്ട്, ജനസംഖ്യ അടിസ്ഥാനത്തിൽ വേർതിരിച്ചുകൊണ്ട് നമ്മുടെ ഓരോ മണ്ഡലങ്ങൾക്കും കിട്ടേണ്ടതായ ആ സീറ്റിന്റെ വർധനവ്, ആ വർധനവില് ഓരോ രാജ്യസഭാ സീറ്റുകളിലും ലോക്സഭാ സീറ്റുകളിലും ഈ 33% സ്ത്രീകൾക്ക് നിർബന്ധമായി നടപ്പാക്കിക്കൊണ്ട് നമ്മുടെ ഈ പദ്ധതി BJP മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് T ചന്ദ്രൻ, മഹിളാ മോർച്ച വാളകം പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് മിനി ബെന്നി, BJP മണ്ഡലം സെക്രട്ടറി മായ ജോമൻ തുടങ്ങിയവർ സംസാരിച്ചു.
നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടന അതിവിഭാവനം ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചപ്പോ ആ കമ്മിറ്റിയിൽ 15 മഹിളകളാണ് ഉണ്ടായിരുന്നത്. ദാക്ഷായണി ബാലനെ പോലെയുള്ള കേരളത്തിൽ നിന്നുള്ള ഭരണപ്രതിനിധികളായിട്ടുള്ള ആളുകൾ ആ ഭരണഘടന നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും അന്ന് നമുക്ക് ഈ സ്ത്രീകളുടെ സംവരണം എന്ന് പറയുന്നത് 1.7% മാത്രമായിരുന്നു. ആ ഭരണഘടനയില് സ്ത്രീ സംവരണം എന്ന വിഷയം എഴുതി ചേർക്കാതിരുന്നത് കാലങ്ങളായി നടന്നു വരുന്ന, അല്ലെങ്കിൽ വർഷങ്ങളായി ഈ രാജ്യം ഭരിക്കുന്നവര് ഈ സ്ത്രീകളെയും കൂടി ആ ഭരണത്തിന്റെ ഭാഗമാക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ആ ഭരണഘടനാ ശില്പികൾക്ക് അന്നുണ്ടായിരുന്നത്. പക്ഷേ രാജ്യം സ്വതന്ത്രയായി 77 വർഷങ്ങൾക്ക് ഇപ്പുറത്തും അന്നുണ്ടായിരുന്ന എന്താണോ അത് മാത്രമാണ് ഈ രാജ്യത്തെ മഹിളകൾക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് കൊടുത്തിട്ടുള്ളൂ. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഈ പാർട്ടി രാജ്യത്ത് മഹിളകളായിട്ടുള്ള മുഖ്യമന്ത്രിമാരെ സൃഷ്ടിച്ചു കഴിഞ്ഞു. BJP മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ശ്രീജിത്ത് നാരായണൻ, അഡ്വക്കേറ്റ് CV ജോണി, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ PK രാജൻ, പത്മിനി ഹരിദാസ്, PU ഗോപാലകൃഷ്ണൻ, സെക്രട്ടറിമാരായ KC ബാബു, ചെറിയാൻ ഇടമന, വിൽസൺ മത്തായി, സജികുമാർ, ജില്ലാ മീഡിയ കോ കൺവീനർ വിദ്യാവേണു തുടങ്ങിയവർ പങ്കെടുത്തു.